ഇയറിലെയും സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് സൈക്യൂ ലേണിങ്ങിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ BA PCH കോഴ്സിനെ കുറിച്ചൊക്കെ ഒരു ഓറിയന്റേഷൻ തരിക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ തേർഡ് ഇയറിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഫർദറായിട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഇഗ്നോന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിന്റെ വാല്യൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ ഡൗട്ട്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് സൈക്യൂ ലേണിങ്ങിൽ ക്ലാസ്സസ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സൈക്യൂ ലേണിങ്ങിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഉമേർ സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ ചോദിക്കാം. കംപ്ലീറ്റ് നിങ്ങൾ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇഗ്നോയുടെയും പിന്നെ അതുപോലെ തന്നെ സൈക്യൂ ലേണിങ്ങിന്റെയും കംപ്ലീറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ക്ലാസ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ ചോദിക്കാം. അപ്പോൾ ഞാൻ ഉമേർ സാറെ ക്ഷണിക്കുകയാണ്. ഓക്കെ സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ, കേൾക്കുന്നില്ലേ? വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഹലോ ഹലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഡിസംബർ 2025 ബാച്ചിലേക്ക് സ്വാഗതം. അപ്പം സൈക്യൂ ലേണിങ്ങിന്റെ ഫസ്റ്റ് സെഷൻ ആണിത്. ഒരു ബേസിക് ഒരു ഓറിയന്റേഷൻ സെഷൻ ആണ്. ലൈക്ക് എന്താണ്, നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഗ്രൂപ്പിൽ മീറ്റിംഗിൽ കുറെ ആൾക്കാർ ഇനി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളാണ് 2025 ഡിസംബറിലുള്ള സ്റ്റുഡൻസ്. ഓൾമോസ്റ്റ് ഒരുപാട് കുട്ടികളുണ്ട്. സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയറിലെ കുട്ടികളാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്താണ് സൈക്കോളജി പഠിക്കണം, അല്ലെങ്കിൽ സൈക്കോളജിയിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെ എടുത്ത സൈക്കോളജി എടുത്ത ആൾക്കാരായിരിക്കും അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? അല്ലാണ്ട് വെറുതെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ വെറുതെ എന്താണ് പഠിച്ചു പോവാം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയൊക്കെ എടുത്ത ആൾക്കാർ ഉണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാർ പൊതുവെ ഉണ്ടാവാറുണ്ട്, ജസ്റ്റ് ഒരു ഡിഗ്രി എന്നൊക്കെ. പക്ഷെ കൂടുതൽ ആൾക്കാരും എന്താണ് സൈക്കോളജി ഫർദർ ആയിട്ട് അല്ലെങ്കിൽ ഫർദർ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിൽ എത്ര പേർ അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഇനി സൈക്കോളജിയിൽ ഞാനൊരു വലിയ സൈക്കോളജിസ്റ്റ് ആവും, അല്ലെങ്കിൽ ഞാനിതിൽ PG ചെയ്യും, PhD കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ ഒരു താല്പര്യമുള്ള ആരൊക്കെ ഉണ്ട്? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ. ഓക്കെ, സോ ബേസിക്കലി അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലാത്തോളൂ. ഓക്കെ, സോ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. എൻ്റെ പേര് ഉമേർ. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ സൈക്കോളജി എന്തൊക്കെയോ കണ്ടിട്ടാണ് എന്താണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് എന്താണ്, നിങ്ങളിൽ കൺസൾട്ടിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ സൈക്കോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിന്റെ ഒരുപാട് ഫീൽഡുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഇവിടെ എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഈ ഒരു സൈക്യൂ ലേണിംഗ് എന്ന് പറയുന്ന നമ്മൾ സൈക്കോളജി മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്താണ് ഒരു അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു എന്താണ് ഒരു ബേസിക് ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സൈക്കോളജിയിൽ കുറച്ച് കൺസെപ്റ്റ് പഠിക്കുന്നതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യുക, റിസോഴ്സ്ഫുൾ ആവുക, അല്ലെങ്കിൽ കണ്ടന്റ്ഫുൾ ആവുക, നിങ്ങളിൽ സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
അതായത് എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫസർ. അപ്പൊ നമുക്കൊരാള് എപ്പോ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഈ മാർക്ക് കിട്ടുന്ന അല്ല മാർക്ക് കൂടിയ ആൾക്കാർ അങ്ങനെയൊന്നും എനിക്ക് എന്തില്ല നോട്ടില്ല, പക്ഷെ ഐ ഓൾവേസ് ലുക്ക് ഫോർ ദ ആപ്റ്റിറ്റ്യൂഡ് എന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അനലൈസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്കൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉള്ള ആൾക്കാർ, അവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ സൈക്കോളജി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ജസ്റ്റ് മാർക്ക് വാങ്ങുക എന്നതിന് പുറമെ സ്കിൽ എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടന്റ്ഫുൾ ആവുക, റിസോഴ്സ്ഫുൾ ആവുക എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ്, ഒരുപാട് പുതിയ കുട്ടികളുണ്ട്, അതേപോലെ തന്നെ ഇതിനു മുമ്പ് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്, കഴിഞ്ഞ സെൻസറിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് ഇയർ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ മോഡിലേക്ക് വരുന്നത്. നമ്മളൊരു ഓഫ്ലൈൻ മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. നമ്മൾ ഓരോ ക്യാമ്പസ് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഒരു ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ നമുക്ക് തോന്നി ഓൺലൈനായിട്ട് വരണം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്റർ മുതൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അറിയാം, നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഈ ഒരു 2022 ഡിസംബർ നമ്മൾ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടാണ് തുടങ്ങുന്നത്. വളരെ പ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾക്ക് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, ലോട്ട്സ് ഓഫ് ഫാക്കൽറ്റിന്റെ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വർഷം നമ്മളൊരു 20ഓളം ഫാക്കൽറ്റിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഒക്കെ എന്താണ്, നല്ല അക്കാഡമിക്സ് ഉള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന PG PhD സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഒരുപാട് നല്ല നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് ഈ വർഷം. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈക്ക് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു സൈക്യോ ഫാമിലിയിൽ എന്താണ് ജോയിൻ ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും സൈക്യോ ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ എല്ലാ സ്റ്റുഡൻസും ഉള്ള ഗ്രൂപ്പാണ്. ഇപ്പൊ എത്ര ആൾക്കാരായി? 21 സ്റ്റുഡൻസ് ആയല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാരുള്ള കുട്ടികളാണ് അതിൽ. എല്ലാ ബാച്ചിലുള്ള ആൾക്കാരുണ്ടാവും. തേർഡ് ഇയർ ഉണ്ടാവാം, സെക്കൻഡ് ഇയർ, അങ്ങനെ പല ടീംസും ഉണ്ട് അതിൽ. അപ്പൊ നിങ്ങളെന്താ ഇതിൽ മുമ്പ് ജോയിൻ ചെയ്ത, അല്ലെങ്കിൽ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെ ഒരു ജൂനിയർ സീനിയർ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം ഗ്രൂപ്പിൽ ഇടപെടുക, ആക്റ്റീവ് ആവുക. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനിയേഴ്സ് എന്ത് ചെയ്യുക, ജൂനിയേഴ്സിനോട് തീർത്തു കൊടുക്കുക. ഓക്കെ, നമ്മളെ മെന്റേഴ്സും ഉണ്ടാവും. എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂസ് ചെയ്യുക. ഇൻ കേസ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ സംശയം ചോദിച്ചാൽ അതിന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, മറുപടി കൊടുക്കാൻ നോക്കുക. ഒരു ഗ്രൂപ്പിലൊരു എന്താണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഇടപെടുക എല്ലാവരും. ഓക്കെ, പിന്നെ അതിനിടയിൽ ഞാൻ പറയാണ്, നമ്മൾക്ക് സൈക്കിൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പം ഐ ഹോപ്പ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പഠിക്കുന്ന ഇഗ്നോയിലുള്ള BA PCH എന്ന് പറഞ്ഞ കോഴ്സാണ് അല്ലെ. ആർക്കും സംശയമില്ല, എല്ലാവരും അതന്നെയല്ലേ. അപ്പോൾ BA PCH എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലാക്കാം, ഡിഫറെന്റ് മോഡ്സ് എന്തിനുണ്ട്, ലേണിങ്ങിനുണ്ട്. ഏറ്റവും ബേസിക്കലി ഇപ്പൊ കോവിഡിന് ശേഷം നമ്മളെല്ലാ ആൾക്കാരും ഓൺലൈൻ ലേണിംഗ് എന്നുള്ള സാധനത്ത്, അല്ലെങ്കിൽ ഈ ലേണിംഗ് എന്നുള്ള ഒരു മോഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എല്ലാം ഓൺലൈൻ ആണ്. ലൈക്ക് നിങ്ങൾ എക്സാം എഴുതുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു, ഒക്കെ എന്താണ് ഓൺലൈൻ സെറ്റിംഗ്സിൽ ചെയ്യുന്നതിനാണ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഓഫ്ലൈൻ, നമ്മൾ സാധാരണ റെഗുലർ കോളേജിൽ പോകുന്നതിനാണ് ഓൺലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, കുറച്ച് ഓഫ്ലൈനും കുറച്ച് ഓൺലൈനൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ബേസ്ഡ് ഉണ്ട്. ഇപ്പം കോഴ്സറ, എജെക്സ് എന്നൊക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കൊടുക്കുന്നത് സെൽഫ് ബേസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് വാങ്ങുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോഴൊക്കെ പഠിക്കാം എന്നുള്ളൊരു രീതിയാണ്. അപ്പൊ ഇഗ്നോല പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൺലൈൻ അല്ല, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവരെന്താണ്
അഡ്മിഷൻ തരും, നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അയച്ചു തരും, നിങ്ങളത് വീട്ടിൽ നിന്ന് പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു തിയറി. പിന്നെന്ത് ചെയ്യുക, പോയിട്ട് അവരുടെ സെന്ററിൽ നിന്ന് എക്സാം എഴുതുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം പറയുന്നത്. അപ്പം BAPCH എന്ന് പറയുന്നത് ഇഗ്നോന്റെ ഒരു എന്താണ് ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ആണ്. ഓക്കെ, ഇനി അധികം ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് എന്താണ് ഇഗ്നോയിൽ നമ്മളൊരു ഡിഗ്രി എടുക്കുന്ന സമയത്ത് വാല്യൂ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം കുറെ ആൾക്കാർക്കുണ്ട്. കുറെ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് അല്ലെ. നിങ്ങൾക്കും പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും, അത് ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ, അതിന് വാല്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബേസിക്കലി മനസ്സിലാക്കാം, ഇഗ്നോ എന്ന് പറയുന്നത് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആണ്. നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യനെ ഫുള്ളായി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ കാലിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതിനൊക്കെ പുറമെ ഇഗ്നോ എന്ന് പറയുന്നത് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നാഷണൽ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റമാണ് ശരിക്കും ഇഗ്നോ എന്ന് പറയുന്നത്. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഭയങ്കര സംഭവമാണ് ഇഗ്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഫോം അറിയുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, യു ജസ്റ്റ് ഇന്ററപ്റ്റ് മീ. ഓക്കെ, അപ്പോൾ അതാണ് ഇഗ്നോക്ക് നല്ല വാല്യൂ ഉണ്ട്. ഈ ലാസ്റ്റ് ഒരു സുപ്രീം കോർട്ടിലുള്ള ഒരു വേർഡിക്റ്റ് വന്നത് നിങ്ങൾക്ക് അറിയണ്ടാവാം. നിങ്ങൾ എന്താണ് എല്ലാ സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്ന പോലെ തന്നെ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു വേർഡിക്റ്റ് വന്നായിരുന്നു. ഓക്കെ, അപ്പം ചില കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇഗ്നോ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മനസ്സിലാക്കേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. BAPCH എന്ന് പറയുന്ന കോഴ്സ് അല്ലെ, 3 ഇയർ സൈക്കോളജിയുടെ ഹോണർ ഡിഗ്രിയാണ്. അപ്പൊ ഹോണർ ഡിഗ്രി എന്ന് പറയുമ്പോൾ സൈക്കോളജി ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു BAPCHന്റെ സ്ട്രക്ചറാണ്. ഓക്കെ, നിങ്ങളിപ്പം സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന പല കുട്ടികളും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പ്രാക്ടിക്കലിനെ കുറിച്ച് പറയുമ്പോൾ അവരങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. നിങ്ങളാണ് നിങ്ങളെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത്. ആരും എന്ത് ചെയ്യില്ല, കോളേജിലൊക്കെ ഉള്ള പോലെ വന്നിട്ട് പറഞ്ഞില്ല. ഇപ്പം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഗ്രൂപ്പിലൊക്കെ അറിയിക്കും, അതൊക്കെ ഒരു ഭാഗ്യമാണ്. പക്ഷെ ഗ്രൂപ്പുകൾ ഇല്ലാത്തതും ഉണ്ട്. ഇതൊക്കെ എന്താണ് ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഗ്രൂപ്പിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിൽ 8 എന്താണ് സബ്ജക്ട്സ് ആണുള്ളത്. 4 കോർ സബ്ജക്ട്സും 4 എലക്റ്റീവ്സ് ആണുള്ളത്. അതിൽ തന്നെ 8 സബ്ജക്ട്സിനും അസൈൻമെന്റ്സ് ഉണ്ടാവും. പിന്നെ ചിലതിന് ട്യൂട്ടോറിയൽ, ചിലതിന് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വൈവ വാച്ച് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ അതിന്റെ എക്സാം ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഇയറിലെ ഒരു പാക്ക് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് വന്നാൽ 10 സബ്ജക്ട്സ് ഉണ്ട്, 6 കോറ്, 4 എലക്റ്റീവ്സ്, പിന്നെ അതിൽ തന്നെ ട്യൂട്ടോറിയൽ ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, സെയിം. അതുപോലെ തന്നെ തേർഡ് ഇയറിലും ഇതേ ഒരു ഇത് തന്നെയാണ്. പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും. ലൈക്ക് ഒരു പ്രൊജക്റ്റ് ആണ്, ഒരു സിമ്പിൾ വിഷൻ സെലക്ട് ചെയ്യുക, പ്രൊജക്ട് ചെയ്യുക, എന്നിട്ട് വടകരയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ അക്കാഡമിക് കൗൺസിലൊക്കെ ഒപ്പിടേണ്ടതൊക്കെ വരും. പിന്നെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വൈവക്ക് വിളിക്കും. പിന്നെ അതുപോലെ തന്നെ വൈവ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് ഓർ 2 വീക്കിനുള്ളിൽ നിങ്ങളെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് വഴി വീട്ടിലെത്തിക്കോളും. ഓക്കെ, ഇതാണ് BAPCH എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആരും മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അസൈൻമെന്റ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആവില്ല. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും, നിങ്ങളെ ഡിഗ്രി കംപ്ലീറ്റ് ആവുകയുള്ളൂ. നിങ്ങൾ ഗ്രേഡ് കാർഡ് നോക്കിയാൽ കാണും എന്തൊക്കെ മാർക്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. അപ്പം
പോകല്ലേ, നെക്സ്റ്റ് വിഷയത്തിലേക്ക് പോകല്ലേ. ഇതാണ് BA-PCSന്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. റെഡി അല്ലേ? ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മൂളൂ. റെഡിയാണ്, പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഇത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൽ സൈക്യൂ ലേണിംഗിന്റെ റോൾ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് എന്താണ്, വീട്ടിൽ ടെക്സ്റ്റ് ബുക്ക് വരും. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചിട്ടാണ് എക്സാം എഴുതേണ്ടത്. അപ്പൊ നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എത്രയാണോ ഒരു ഇയറിലെ സബ്ജക്ട്സ് ഉള്ളത്, ആ സബ്ജക്ട്സിന്റെ ക്ലാസ്സുകൾ നല്ല അടിപൊളി ക്ലാസ്സുകളായിരിക്കും. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റെന്താണ്, വേർഡ് ബൈ വേർഡ് അങ്ങനത്തെ ക്ലാസ് ആയിരിക്കില്ല. നിങ്ങൾ അതിനുള്ള സ്റ്റുഡൻസും അല്ല. ഓക്കെ, നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്നുള്ള ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വേണം. അപ്പോൾ വളരെ ബ്രീഫ് ആയിട്ടുള്ള, എന്നാൽ വളരെ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള, നല്ല ഇൻസൈറ്റ് തരുന്ന ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സബ്ജക്ട്സ് ഉള്ള അതിന്റെ ക്ലാസ് ലൈവായിട്ടോ റെക്കോർഡായിട്ടോ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് എന്താണ്, അസൈൻമെന്റ്സ് സബ്മിഷൻ ടൈം വരുമ്പോൾ അതിനുള്ള ചെറിയ സപ്പോർട്ട് നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സാം അടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്താണ്, നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ തന്നെ നമ്മളെ വെബ്സൈറ്റിൽ ഷോർട്ട് നോട്ട് അവൈലബിൾ ആക്കും ഉടനെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് ഗ്രൂപ്പിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ എക്സാമിന്റെ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എക്സാമിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കും. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് അതിന്റെ ഒരു ബേസിക് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയുള്ള ക്ലാസ് ആണ്. ഐ ഹോപ്പ് നിങ്ങൾ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ പൊക്കുക. ഓക്കെ, ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ആ ക്ലാസ് ഒക്കെ. നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരുപാട് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് മൊത്തം അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, മറ്റേ ഇതൊക്കെയാണ് സൈക്യൂ ലേണിംഗിന്റെ സൈക്യൂ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതിലായിരിക്കും ഡൗട്ട്സ് ഇല്ലല്ലോ. ഇനി അടുത്തൊരു കാര്യം, കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ഇയറിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 3,000 to 4,000 ആ ഒരു അറൗണ്ട് ആണ്. സെക്കൻഡ് ഇയറിന് 4,000 ആണ്. അതുപോലെ തന്നെ ഫൈനൽ ഇയറിന് 4,500 ആണ് അല്ലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ചെറിയ പേയ്മെന്റിൽ ക്ലാസ് കൊടുക്കുന്നതെന്നുള്ള ഒരു ചോദ്യം കുറെ ആൾക്കാർക്കുള്ള കൺസേൺ ആണ്. നിങ്ങൾ എന്താണ് പേയ്മെന്റ് കുറച്ചിട്ട് എന്താണ് നിങ്ങളെ ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാധിക്കോ എന്നുള്ളതൊക്കെ ആൾക്കാർ ഒരു സംശയമായിട്ട് ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കാം, നമ്മളൊരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ് ആണ്. ഡിഫറെന്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മളെ ഫാക്കൽറ്റീസ്. നിങ്ങൾ ബ്രോഷറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല അക്കാഡമിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സൈക്യൂ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോളജിയുടെ പക്ക അക്കാഡമിക്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന PG PhD പഠിക്കുന്ന സ്റ്റുഡൻസ് ഉള്ള ഫാക്കൽറ്റി ടീമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ എന്താണ്, എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം, ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ അവൈലബിൾ ആവണം എന്നുള്ളതാണ് നമ്മളൊരു മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ലോ പേയ്മെന്റിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ എന്താണ് ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാത്തതിന്റെ റീസൺ മോസ്റ്റ്ലി റിയാലിറ്റിയാണ്, മോസ്റ്റ്ലി എന്താണ് പേയ്മെന്റിന്റെ ആണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്താണ് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നല്ല പേയ്മെന്റ് വാങ്ങി റെഗുലർ ക്ലാസ്സുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട്. എനിവേ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേയ്മെന്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇത്ര ലോ പേയ്മെന്റ് ക്വാളിറ്റിനെ ബാധിക്കുന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺസേൺ ആവേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളൊരു തുടക്ക സ്റ്റേജ് ആണ്.
ഓഫ്ലൈനിൽ നിന്ന് നമ്മൾ ഓൺലൈനിലേക്ക് വന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഈ വർഷം നമ്മൾ വെൽ പ്രിപ്പയർഡ്, വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു ഡിസംബർ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് നമ്മളെ ഒരു ക്ലാസിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഓഗസ്റ്റ് 8 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഓഗസ്റ്റ് മന്ത് മുതൽ നെക്സ്റ്റ് ഡിസംബർ വരെ, ഡിസംബർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എക്സാം സീസൺ ആയിരിക്കും. ഇപ്പൊ നവംബർ ആകുമ്പോഴേക്ക് നമ്മൾ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളാണ് ഡിഗ്രി ചെയ്യുന്നത്, നിങ്ങളാണ് നിങ്ങളെ ക്ലാസ്സുകൾക്കും നിങ്ങളെ ലൈവുകൾക്കും റെസ്പോൺസിബിലിറ്റി, നമ്മളല്ല. നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യും, മാക്സിമം ക്ലാസ് കണ്ടക്ട് ചെയ്യും, ഡിലേ ഒന്നും ഇല്ലാതെ കറക്റ്റ് എന്ത് ചെയ്യും, എല്ലാ വീക്കെൻഡ്സിലാണ് ക്ലാസ് ഉണ്ടാവുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പം ഡിഗ്രിക്ക് നിങ്ങളാണ് എന്ത്, നിങ്ങളെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നിങ്ങൾ കറക്റ്റ് ക്ലാസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ 7:30 ആയിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, ഹലോ ജോയിൻ ചെയ്യുന്നില്ലേ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് ടൈമിന്റെ ഇടയിലാണ് ഈ ഫാക്കൽറ്റീസ് വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം എന്താണ്, അവർക്ക് കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്താണ് 7:30 വന്ന് അവരൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക, എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിന് കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇടപെടുക, ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റുമോ, എല്ലാത്തിനും മറുപടി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും എന്ത് ചെയ്യാം ഈ ക്ലാസ്സിൽ തന്നെ ചോദിക്കുക. ഈ ലൈവ് ക്ലാസ്സിന്റെ തന്നെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സിന്റെ പരിമിതി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. പക്ഷെ ലൈവ് ക്ലാസ് വളരെ എൻഗേജിങ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് തമാശയൊക്കെ പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലെക്ചറിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ്. ഓക്കെ, ഇതിനുള്ളിൽ ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, തേർഡ് ഇയറിന്റെ ഒക്കെ എന്ത് ചെയ്യും, ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെയുള്ള ഈ ഒരു ഡിസംബർ മന്ത് നമ്മൾ എക്സാം ഫോക്കസ് ചെയ്തിട്ട് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവാം. ഈ വർഷം കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, അതിനെ പങ്കെടുത്തിട്ട് വിജയിപ്പിക്കേണ്ടത്. ഓക്കെ, നമ്മളെന്ത് ആവശ്യമുള്ള റിസോഴ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കിൽ ഉണ്ടാക്കുക, നോളജ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. വൺസ് അഗൈൻ ഞാൻ പറയാണ്, നിങ്ങളാണ് ഡിഗ്രി ചെയ്യുന്നത്, നമ്മളല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡിഗ്രിക്ക് നിങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിനോട് കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഉള്ള ഒരു സെഷനിൽ വീക്കെൻഡ്സ് മാത്രമേ എന്ത് ചെയ്യും, ക്ലാസ് ഉണ്ടാകും. ഓക്കെ, ഒരു അറൌണ്ട് സാധനം. ഇനി ഞാനൊരു ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസിന്റെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളി, ആരും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഓക്കെ, നമ്മളെ ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 8 മുതൽ എല്ലാ വീക്കെൻഡ്സിലും ശനിയും ഞായറിലും ആണ് ക്ലാസ് ഉണ്ടാവുക, ഫസ്റ്റ് ഇയറിനും തേർഡ് ഇയറിനും. പിന്നെ സെക്കൻഡ് ഇയറിന് അറിയാം 6 കോർ സബ്ജക്ട്സ് ഉണ്ട്. 6 കോർ സബ്ജക്ട്സിനും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഓക്കെ, ഇതിന്റെ ഒരു PDF ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. 6 കോർ സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പൊ 6 കോർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ടൈം സ്പാനിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വെള്ളിയാഴ്ച കൂടി ക്ലാസ് ഉണ്ടാവും, ഫ്രൈഡേയും കൂടി ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസങ്ങളാണ് എന്ത് ചെയ്യുക, ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ക്ലാസ്സിന് പങ്കെടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിലേ ആണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിന് ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നത് BPCC 106 ആണ്. അറിയാം, സൈക്കോളജിക്ക് തീരെ ബേസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആവുന്ന വെച്ചിട്ടാണ് BPCC 106 നമ്മൾ വെച്ചിട്ടുള്ളത്. സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് ബുക്കാണ്. പിന്നെ അതുപോലെ തന്നെ തേർഡ് ഇയറിന് നമ്മൾ ഉടനെ എന്ത് ചെയ്യും, അറിയിക്കുന്നതാണ്. മാക്സിമം BPCC 101 മുതൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇനിയും ആവർത്തിച്ച് പറയാണ്, ഇതൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കില്ല, വളരെ ബ്രീഫ് ക്ലാസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിന് വേണ്ടി റെഡി ആയിരിക്കുക. നിങ്ങൾ 7:30 7 o'clock ആകുമ്പോഴേക്ക് തന്നെ 7 o'clock ആകുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആവശ്യമുള്ള നോട്ട്സും പെന്നൊക്കെ എടുത്തിട്ട് റെഡി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നോട്ട്സ് കൃത്യമായി എഴുതി എടുക്കണം. ഓക്കെ, പിന്നെ അത് പറഞ്ഞല്ലേ, എല്ലാ എന്താണ് വീക്കെൻഡ്സിലാണ് ക്ലാസ് ഉണ്ടാവുക. ഇനി കോർ ക്ലാസിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വീക്കെൻഡിൽ അല്ലാത്ത ക്ലാസ്സുകൾ. ലൈക്ക് നിങ്ങൾക്ക് എലക്ടീവ്സ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ഉണ്ട്. ഈ
കോർ സബ്ജക്ട്സിന് പുറമെ എലക്ടീവ്സ് എന്ന് പറയുന്ന സബ്ജക്ട്സ് ഉണ്ട്. ലൈക്ക് എന്താണ് BPCC അല്ലാത്ത സബ്ജക്റ്റുകൾ, അതിനൊക്കെ എലക്ടീവ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഈ എലക്ടീവ് എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു മന്തിൽ 4 വീക്കാണ് ഉണ്ടാവുക. അപ്പൊ ഒരു വീക്ക് എലക്ടീവിനും ഒരു വീക്ക് നമ്മൾ എന്താണ് ട്യൂട്ടേഴ്സ് അവരെ ക്ലാസ്സിൽ പറയുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാവാം, അതിനാണ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രം എന്ത് ചെയ്യും, വളരെ സ്മൂത്ത് ആയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വീക്കെൻഡിൽ ക്ലാസ് ആക്കിയത് തന്നെ ഒരുപാട് എന്തുണ്ട്, പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ശനി ഞായർ സെക്കൻഡ് ഇയറിന് വെള്ളിയാഴ്ച കൂടി ഉണ്ടാവും, ഒരു വീക്കെൻഡിന്റെ ഭാഗമാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും കൂടി ഉണ്ടാവും. 7:30 മുതൽ 9 o'clock അറൗണ്ട് 9:30 ആകുമ്പോഴേക്ക് ക്ലാസ് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എലക്ടീവ്സിന്റെ കാര്യം പറഞ്ഞത്, ഒരു വീക്ക് എലക്ടീവിനും ഒരു വീക്ക് എന്താണ് നിങ്ങളെ ക്ലാസ്സിൽ പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനുള്ള വീക്കായിരിക്കും. അപ്പൊ ഈ ക്ലാസ്സിൽ ആക്ടിവിറ്റി പറയാം, അതുപോലെ തന്നെ എലക്ടീവ്സിന്റെ ഒക്കെ നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതേണ്ടി വരും. പിന്നെ അതുപോലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം മെറ്റീരിയൽ വായിക്കാനായിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം വായിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എഴുതാനായിരിക്കാം. അങ്ങനെ എന്താണോ ആക്ടിവിറ്റി തരുന്നത് ആ ആക്ടിവിറ്റി ആയിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു വീക്കിൽ ചെയ്യേണ്ടി വരിക. മനസ്സിലാക്കാം, ശനി ഞായർ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീക്ക് ഫുൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, നിങ്ങളൊരു പാഷനേറ്റ് ആവാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ് കേട്ടോ. തേഴ്സ്ഡേ ആണ് നമ്മൾ ഒഫീഷ്യലായിട്ട് എന്താണ് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ഉള്ള ഒരു ദിവസം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെന്റർക്ക് പേഴ്സണൽ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരെന്ത് ചെയ്യും, അത് നോക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ നിങ്ങളത് മുടങ്ങാണ്ട് ചെയ്യാൻ, നിങ്ങളാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്തിരും. നിങ്ങൾ അയക്കുന്ന നോട്ട്സുകൾ ചെക്ക് ചെയ്ത് അതിനുള്ള കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്തുതരും. പിന്നെ അതുപോലെ തന്നെ 3 ഇയറിലെ കുട്ടികൾക്കും ഡിഫറെന്റ് മെന്റേഴ്സ് ഉണ്ടാവും. ആ മെന്റേഴ്സിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അപ്പൊ ഇതാണ് ക്ലാസിന്റെ സ്ട്രക്ചർ. ഇത് ബേസിക് ക്ലാസ് ആട്ടാ. നിങ്ങൾ ഈ ക്ലാസ് ഇങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഭയങ്കര സ്കിൽ ഓറിയന്റഡോ അല്ലെങ്കിൽ ഭയങ്കര റിസോഴ്സ്ഫുൾ ആകണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിന് പുറമെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ചോദിക്കുക, ചാറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വോയിസിൽ ചോദിക്കുക. ഇഗ്നോ ബുക്ക് വരാൻ എത്ര ടൈം എടുക്കും അറിയില്ല, യൂഷ്വലി പെട്ടെന്ന് തന്നെ വരാറുണ്ട്. ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഫ്രീ ബുക്ക് അവൈലബിൾ ആണ്. ഇഗ്നോന്റെ പേപ്പറിന്റെ കോഡ് അടിച്ചാൽ തന്നെ ആ ബുക്കിന്റെ സൈറ്റ്സ് ഒക്കെ വരും. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ്സിന് പുറമെ ഇപ്പൊ ഇതൊരു ബേസിക് ക്ലാസ് ആട്ടാ. ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ചെറിയ ടൈം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ലൈക്ക് നിങ്ങളൊരു വീക്കെൻഡിലുള്ള 2 hours, ടോട്ടൽ 4 hours ലൈവ് ക്ലാസ്സിനും പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വളരെ വാല്യുബിൾ ടൈം എന്താണ് എലക്ടീവ്സിനും വേണ്ടി ചൂസ് ചെയ്യും. ആ സമയം അല്ലാണ്ട് വേറൊരു ടൈം ശരിക്കും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള മനസ്സിലാക്കാം. അപ്പൊ അതിന് പുറമെ നിങ്ങൾ ഈ ക്ലാസ്സസിനൊക്കെ പുറമെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നാലും നിങ്ങൾ ഒരു റിസോഴ്സ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കണ്ടന്റ്ഫുൾ ഡിഗ്രി ഗ്രാജുവേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ കുറെ നേരം ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ആരെങ്കിലും ഇപ്പൊ ഒന്നെങ്കിലും ഒരു ഒച്ചപ്പാടാക്കും പ്ലീസ്. ഹലോ, ആ ശരി, മതി. ഓ ഭയങ്കര സൗണ്ട് ആണുള്ളത്. പിന്നെ ആരാ? ഓക്കെ. അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അടുത്ത ഓക്കെ. അപ്പൊ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ജസ്റ്റ് ഇന്ററപ്റ്റ് ആൻഡ് ആസ്ക്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആട്ടോ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മൾ മുമ്പുള്ള വെബിനാർസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അറിയില്ല. നമ്മൾ കഴിഞ്ഞ ഒരു സെമിസ്റ്ററിൽ ഒരുപാട് വെബിനാർ നടത്തിയിട്ടില്ലെങ്കിലും ഒരു 1-2 വെബിനാർ ഒക്കെ നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നെക്സ്റ്റ് ഡിസംബർ വരെയുള്ള ഒരു ടൈമിൽ നമ്മൾ മന്ത്ലി ഒരു വെബിനാർ എന്തായാലും കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ അടുത്തൊരു ഇത് കണ്ടിട്ടുണ്ടാവും, ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു ഫാക്കൽറ്റീന്റെ ഒരു സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കണം.
ഓക്കെ. ഫ്രീ വെബിനാർ ആയിരിക്കും. നമ്മൾ അവരില്ലാത്ത ടൈം പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്, ക്ലാസ് എടുപ്പിക്കുന്നതാണ്. ലൈക്ക് ഏതെങ്കിലുമൊക്കെ ടൈം ആയിരിക്കും അത്. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഒരു വീക്കെൻഡിനോട് അടുത്ത സമയത്താണ്. അപ്പം ഓരോ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യും. ഓരോ ഡിഫറെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു എക്സ്പോഷർ, ഒരു എന്താ പറയാ, റിയൽ ലൈഫ് എക്സ്പോഷർ തരുന്ന രീതിയിലുള്ള വെബിനാർ ആയിരിക്കും. നിങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുസ്തകം മാത്രം കണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പൊ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊഫസേഴ്സ് ഉണ്ട്, നമുക്ക് ലൈബ്രറി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇവിടെ പരിപാടികൾ, സെമിനാർ, വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരിപാടി ഉണ്ട്. ഈ എക്സ്പോഷറിൽ നിന്ന് വളരുന്ന നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വെബിനാറിനൊക്കെ നിർബന്ധമായി അറ്റൻഡ് ചെയ്യുക. വളരെ ടൈം എടുത്ത്, എഫേർട്ട് എടുത്ത്, ചിന്തിച്ചിട്ട്, വിഷയം കണ്ടെത്തിയിട്ട് ഒരു ഫാക്കൽറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വെബിനാറുകളൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് കേട്ടോ. അതായത് ഇപ്പൊ സാധാരണ സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ എങ്ങനെയാണ്, ഒരു ട്യൂട്ടർ വരും, ക്ലാസ് എടുക്കും, പോകും. അതിന് പുറമെ എപ്പോഴെങ്കിലൊക്കെ ഒക്കേഷനിൽ ഉണ്ടാവുക, എല്ലാ കുട്ടികൾക്കും ചാൻസ് ഉണ്ടാവും, നമ്മളെ ക്ലാസ്സിൽ സെമിനാർ കണ്ടക്ട് ചെയ്യും. എന്ന് പറഞ്ഞാല് ഒരു 1, 2, 3 ആൾക്കാർക്ക് വളരെ ചെറിയ ടൈമേ ക്ലാസ് ഉണ്ടാവും, എന്നാൽ ഒരു 5 മിനിറ്റ് ഒക്കെ രീതിയിൽ നടത്താൻ പറ്റുന്ന സെമിനാറുകൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തരും. ആ ടോപ്പിക് നിങ്ങൾ ഒരു 1 വീക്ക് എടുത്തിട്ട് പഠിക്കുക, അതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. അല്ല, ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങൾക്കൊരു അവസരം, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്ന് പറഞ്ഞാല് നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് പോവുക, അല്ലെ ക്ലാസ് കേട്ട് പോവുക, കുറെ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല. അതിനെ പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ റാൻഡം സ്റ്റുഡൻസ് ആവാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെന്ററോട് പറയാം, അടുത്ത സെഷനിൽ ഞാൻ എന്ത് ചെയ്തോളാം, എടുത്തോളാം എന്നൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എനിവേ എന്തായാലും എന്ത് ചെയ്യും, ഓരോ കുട്ടികൾക്ക്, എല്ലാ ആൾക്കാർക്കും ചാൻസ് ഉണ്ട്, ആർക്കും വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ റാൻഡംലി സെലക്ട് ചെയ്യും ക്ലാസ്സിൽ നിന്ന്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെമിനാർ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ സെമിനാർ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് വരും. ആ ടോപ്പിക്കിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, മെന്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. എന്നിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യുക, 5 മിനിറ്റ്സ് 5 or 10 മിനിറ്റ്സ് ഉണ്ടാവും ക്ലാസ് എടുക്കാം. ഓക്കെ. നിങ്ങൾ പല ആൾക്കാരും ടീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നത് നിങ്ങളതായ പ്രൊഫഷൻ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ചാൻസ് തരാണ് ക്ലാസ് എടുക്കാൻ. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട്, നിങ്ങൾ എല്ലാ ആൾക്കാരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പറഞ്ഞാല് നമ്മള് ഒരുപാട് ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ എക്സാമിന് മാർക്ക് ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നിങ്ങളെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ റെഡി ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഒരു വേർഡ് കിട്ടിയാൽ അതിനെ വലിച്ചു നീട്ടിയിട്ട് ഒരു 5 പേജ് ആക്കാൻ ഉള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ മാർക്ക് കുറയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കണം. എഴുതാൻ ഫ്ലോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എഴുതി പഠിക്കണം. ഓക്കെ. നമ്മളൊരു ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവരുന്നത് തന്നെ, നമ്മളൊരു ടോപ്പിക് തരും. ആ ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ഇംഗ്ലീഷിൽ ChatGPT നോക്കാതെ നിങ്ങളെ റിയൽ സെൽഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പാസേജോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇംഗ്ലീഷിൽ എഴുതി കൊണ്ടുവരാൻ പറയുന്ന ഒരു രീതിയായിരിക്കും. അപ്പൊ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യാനായിരിക്കും. നല്ല രീതിയിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്തായാലും ബേസിക്കലി ഫസ്റ്റ് ടൈം എല്ലാവരും ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന്റെ ഒരു ട്രെയിനിങ് ഓറിയന്റഡ് ആയിട്ട് ആവശ്യമുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ. അതിനാണ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. നിങ്ങൾക്ക് തീരെ എഴുതാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ എഴുതി പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ സംഭവം സീനാണ്. ഓക്കെ. അതുപോലെ തന്നെ എക്സാമിന് നിങ്ങൾക്ക് അറിയാം 500 വേർഡ്സ് 300 വേർഡ്സ് ഒക്കെ എഴുതാനുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലോ ആയിട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ, അങ്ങനത്തെ ലെക്സിക്കൽ ഒരു എററും ഇല്ലാതെ എഴുതാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾ ആകെ എഴുതുന്നതെന്ന് പറയുന്നത് എക്സാമിന് പോയിട്ടുള്ള ആ ഒരു 3 hours മാത്രമാണ്. അങ്ങനെ തന്നെ അല്ലേ? അതുവരെ നിങ്ങൾ ബുക്കൊക്കെ നോക്കി പഠിക്കും. ചിലപ്പോൾ അണ്ടർലൈൻ ഇടുന്ന ആ ഒരു കാര്യത്തിന് മാത്രമേ പെന്ന് ഉപയോഗിക്കും. ചില ആൾക്കാർ നോട്ടൊക്കെ എഴുതും. പിന്നെ നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്താണ് കുടുക്കൊന്നും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് നോട്ടൊക്കെ തരുന്നത്. ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ റിസോഴ്സ്ഫുൾ ടെക്സ്റ്റ് ബുക്കാണ്, നല്ല കണ്ടന്റുള്ള ടെക്സ്റ്റ് ബുക്കാണ് എപ്പോഴും ആശ്രയിക്കേണ്ടത്. അത് നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. പഠിക്കാൻ മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിട്ടും കൂടി പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് കോംപ്രഹെൻഷന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും,
ക്ലാസ്സിന്റെ ഇടയിലൊക്കെ ആയിട്ട് അറിയിക്കും. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ മന്ത്ലി കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തും. നമ്മൾ ഒരു എന്താണ് സ്കൂളിലൊക്കെ പൊതുവെ ചെയ്യാറുണ്ട്, എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ്. നിങ്ങൾ പല കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ നമ്മളെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിങ്ങൾ പല കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഓഫ് സ്റ്റേജ് പരിപാടികൾ മാത്രമേ നടത്താൻ പറ്റൂ. ഇതിനൊരു പരിമിതിയാണ്. ഇപ്പൊ ഒരു എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനോ ഒക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഒരുപാട് റെഫർ ചെയ്യുക, ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോറി റൈറ്റിംഗ്, പോയം, അങ്ങനത്തെ ചില കോമ്പറ്റീഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ കോമ്പറ്റീഷന് 1 വീക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്തൊരു വെബിനാർ സെഷനായിരിക്കും ചിലപ്പോൾ അതിന്റെ വിജയിനെ പ്രഖ്യാപിക്കുക. നിങ്ങൾ ചിലപ്പോൾ ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബഹുമതിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് പിന്നെ ഇത്രയാണ് ബേസിക്കലി എല്ലാവർക്കും ഉള്ള കാര്യം. പിന്നെ അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആണ്. സംഭവം ഇന്റേൺഷിപ്പ് ചെയ്യലെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. സൈക്കോളജി സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ എന്താണ് സൈക്കോളജിയുടെ ഏതെങ്കിലുമൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്റേൺഷിപ്പ് എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. 3rd ഇയറിലെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ 7 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അവർക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പ് ചെയ്യാം. ഓക്കെ, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കീഷ്യന്റെ ഒക്കെ അണ്ടറിലായിട്ട് എന്ത് ചെയ്യാം, അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേൺഷിപ്പ് ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ റിയൽ വേൾഡ് എക്സ്പോഷർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്റേൺഷിപ്പ് 3rd ഇയറിലെ ആൾക്കാരാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ഫസ്റ്റ് ഇയറിലെ ആൾക്കാർ വന്നപാടായിരിക്കും സൈക്കോളജിയെ കുറിച്ച് അങ്ങനെ അറിയുണ്ടാവില്ല. അപ്പൊ അവര് ഒരു സൈക്കോളജിന്റെ ബേസ് ഉണ്ടാക്കാം. 2nd ഇയറിലെ ആൾക്കാരെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ പിന്നത്തേക്ക് വെച്ചാൽ അതൊക്കെ പെൻഡിങ് ആവും. അപ്പോ 2nd ഇയർ ആൾക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല. 3rd ഇയറിലുള്ള ആൾക്കാർ കുറച്ച് ഫ്രീ ആയിരിക്കും. എനിവേ നിങ്ങൾക്ക് ഡിസർട്ടേഷൻ ഉണ്ടാവും, അപ്പൊ അതിന് അത്യാവശ്യം കുറെ വർക്കുകൾ ഉണ്ടാവും, അതിന്റെ ക്ലാസ്സും സെഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിന് പുറമെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. അല്ല അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു 10 ഡേയ്സോ 1 മന്തോ ഫ്രീ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പിന് പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതുവരെ ഇന്റേൺഷിപ്പ് തുടങ്ങിയിട്ടില്ല, ഷുവർ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും സമയം എന്ത് ചെയ്തത് സംസാരിച്ചിട്ട് ഞാനൊരു സൈക്കോ ലേണിംഗ് എങ്ങനെയാണ് ഈ ഒരു നെക്സ്റ്റ് ഡിസംബർ ബാച്ചിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയാണ് ഇത്ര നേരം ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻസ് അടുത്ത പേഴ്സണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. പറയൂ, എന്തെങ്കിലും എന്ത് സൈക്കോളജി റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ സൈക്കോ ലേണിംഗിൽ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഇന്റേൺഷിപ്പ് പറഞ്ഞത് അത് കമ്പൽസറി ആണ്, അതായത് നമുക്ക് സൈക്കോളജിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്. അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മൾ ഇന്റേൺഷിപ്പ് ഈ സൈക്കോളജി എന്ന് പറയുന്നത് സാധാ ബികോം പോലെ BBA പോലെയുള്ള ഒരു ഡിഗ്രി അല്ല. സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന സാധനമായിരിക്കില്ല ക്ലിനിക്കിൽ പോയുണ്ടാവുക. അപ്പൊ നിങ്ങൾക്കൊരു വേണമെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ എന്റർടൈൻമെന്റ് അല്ല, പ്യുവർലി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾക്കൊരു സൈക്കോളജിയുടെ ഒരു റിയൽ വേൾഡ് എക്സ്പോഷർ ഉണ്ടാക്കാന്നുള്ളതാണ്, ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കാന്നുള്ളതാണ്. നിർബന്ധമല്ല, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ തിയറീസ് ഒക്കെ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ നിങ്ങൾക്ക് എന്താ അതിന്റെ ഒരു എക്സ്പോഷർ കിട്ടും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിന്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്ത ടൈമില് പ്രാക്ടിക്കലിന്റെ ഫീ അടക്കണ്ടാന്ന് പറഞ്ഞിരുന്നതില്, അപ്പൊ ഈ പ്രാക്ടിക്കൽ എന്താണ് സംഭവം? അത് ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത്? പറഞ്ഞത് നിങ്ങൾക്ക് BAPCH എന്ന് പറഞ്ഞ കോഴ്സിൽ കോർ കോഴ്സിന്റെ കാര്യമായിട്ട് പറയുന്നത്. BPCC എന്ന് പറയുന്നതാണ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോർ കോഴ്സ്. ബാക്കിയൊക്കെ എലക്ടീവ്സോ കമ്പൽസറി ജനറിക് എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ആണ്. ഫോക്കസ് ചെയ്യേണ്ടത് BPCC ആണ്, കോഴ്സ് സൈക്കോളജി സബ്ജക്ട്സ് ആണ്. അപ്പൊ സൈക്കോളജി സബ്ജക്ട്സിൽ അസൈൻമെന്റ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും.
രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഒന്ന് ട്യൂട്ടോറിയൽ ആയിരിക്കാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിരിക്കാം. ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റിന്റെ കൂടെ തന്നെ എന്താണ് എക്സ്ട്രാ വരുന്ന ഒരു സാധനമാണ്, നമ്മൾ സ്വന്തം എഴുതേണ്ട, ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണ് ഈ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. അത് പിന്നെ വരുന്നത് ട്യൂട്ടോറിയൽ ഇല്ലാത്ത സബ്ജക്ട്സിന്, ഐ തിങ്ക് ട്യൂട്ടോറിയൽ എത്ര 8 or 6 സബ്ജക്ട്സിനായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിന് പുറമെ പ്രാക്ടിക്കൽ ഉണ്ടാവും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാല് 1 സെക്കൻഡ്. അപ്പൊ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയറിലെ ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ എന്താണ് ഇപ്പൊ 16PF എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് അറ്റൻഷന്റെ തിയറീസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് തിയറീസിന്റെ ഒരു ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സെഷനാണ് ഈ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് നിങ്ങളെ ക്ലാസ്സിന് വേണ്ടി വിളിക്കും എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും. ഒരു സൈക്കോളജി ലാബോറട്ടറിന്ന് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ചെയ്തുതരും. ഇപ്പം എന്താണ് അധികം ആക്ടിവിറ്റി ഉണ്ടായാൽ എന്താണ് മെമ്മറി ഡ്രം എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഒരു മെമ്മറി ഡ്രം ഉണ്ടാവും, അതിലൊരു ഒരു ടെസ്റ്റ് ആണ് ചെയ്യല്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾ അതിൽ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞുതരും. അതിന് നിങ്ങളൊരു റെക്കോർഡാക്കി എഴുതും. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യും. എക്സാമിനിടക്ക് എന്താണ് വൈവേ ഉണ്ടാവും. ഇതാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ച തിയറീസ് നിങ്ങൾക്ക് ലബോറട്ടറി എക്സ്പീരിയൻസിൽ കാണിച്ചു തരാന്നുള്ളതാണ് പ്രാക്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? പറയൂ, ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടോ? അപ്പൊ ഇത് ഈ പ്രാക്ടിക്കല് 3 ഇയറിലും ഉണ്ടാവോ? ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അങ്ങനെ ഉണ്ടാവോ? ആ, ഉണ്ടാവും. എല്ലാ ഇയറിലും 2 ഉണ്ടെന്നാണ് തോന്നുന്നത്. യെസ്, 2 സബ്ജക്ട്സിനാണ് ഉണ്ടാവുക എല്ലാ ഇയറിലും. സ്റ്റഡി സെന്ററിലാണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. JDT ആണ് നടത്താറ്. പൊതുവെ ചെയ്യലെന്ന് പറഞ്ഞാൽ ചിലപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്തോളണമെന്നില്ല. ഒറ്റയടിക്ക് എന്ത് ചെയ്യും, തേർഡ് ഇയറിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരും. ഈ 6 പ്രാക്ടിക്കലും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എന്ത് ചെയ്യും, ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഡോൺ വരും. നിങ്ങൾ എന്ത് ചെയ്യാ, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. നിങ്ങൾ ഇൻ കേസ് ഇങ്ങനെ പ്രാക്ടിക്കൽ നടത്തുന്നില്ലെങ്കിൽ നിങ്ങളെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി ഇഗ്നോന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ട് ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അവര് പറഞ്ഞുതരും എങ്ങനെ വെച്ചാൽ. യെസ്, അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. അതായത് 2 ഇയർ പ്രാക്ടിക്കലും 1 ഇയറിൽ ഡിസർട്ടേഷൻ. അതായത് തേർഡ് ഇയറിൽ ഡിസർട്ടേഷൻ ആണ് ഉണ്ടാവാറ്. ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് ആണ്. നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുക, അതിന്റെ ഒരു സിനോപ്സിസ് ഉണ്ടാക്കുക. സിനോപ്സിസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു എന്താണ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാൻ ആണ് സിനോപ്സിസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുക. നിങ്ങൾ അക്കാഡമിക് കൗൺസിലറെ പോയി കാണുക. എന്നിട്ട് അയാൾ വിഷയം ഓക്കെ ആണെങ്കിൽ അയാൾ സൈൻ ഇട്ടരും. നിങ്ങൾക്ക് പ്രൊജക്ട് തുടങ്ങാം. പ്രൊജക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തു അതിനെ അനലൈസ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ആക്കി എടുക്കുക. അതിന്റെ പിന്നെ നമുക്ക് സൈക്യു 3 years അവൈലബിൾ ഉള്ളൂ. ആക്ച്വലി ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അഥവാ പ്രാക്ടിക്കൽ നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കോർഡിനേറ്ററെ സ്ട്രെസ് ചെയ്യുക. ഇപ്പം ഇഗ്നോയില് JDTയില് ജക്കരിയ സാറാണ്. ജക്കരിയ സാറോട് പറയാം. ജക്കരിയ സാർ മാക്സിമം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ചെയ്യുക. ആരും എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞു തരില്ല. യെസ്, ചോദിക്കൂ. ജക്കരിയ സാറ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പ്രാക്ടിക്കൽ ഇല്ലെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എക്സാം കഴിഞ്ഞവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞോ? സെക്കൻഡ് ഇയറിൽ പേ ചെയ്തിട്ട് സെക്കൻഡ് ഇയറിൽ ചെയ്യാന്നാണ് നമുക്ക് ഇപ്പൊ ഈ ജൂൺ സെക്ഷനിൽ എക്സാം കഴിഞ്ഞവരോട് പറഞ്ഞത്. നമ്മളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതെ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഇയറിലും കൂടി ചിലപ്പോ സെക്കൻഡ് ഇയറിൽ ഒരുമിച്ച് നടത്താനായിരിക്കും.
നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ? ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ എക്സാം ഏത് ടൈമാണോ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ടി വരിക. പ്രാക്ടിക്കലിന്റെ ഫീസ് അടക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ നമുക്ക് 3 ഇയർ ഡിഗ്രി ആണോ അതോ 4 ഇയർ ഡിഗ്രി ആണോ ഇതില് സൈക്കിള് പ്രൊവൈഡ്? നമുക്കിപ്പോ 4 ഇയർ ഡിഗ്രിയാണ് നമ്മളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. 4 ഇയർ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോ കഴിഞ്ഞ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് മുതൽ അവര് പറഞ്ഞത് ഡിഗ്രി ഇഗ്നോ ഒക്കെ ഡിഗ്രി 4 ഇയർ ആക്കിയിരിക്കണ്. 4 ഇയർ ആണ് ഇനി മുതൽ കിട്ടുള്ളൂ എന്നാ പറഞ്ഞിട്ട്. 4 ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങളെ എക്സ്ട്രാ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളത് എന്ന് ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ PG നമുക്ക് 1 ഇയർ മതി എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട് ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. അങ്ങനെയാണ്. അതാണ് ഏറ്റവും യൂസ്ഫുൾ കേട്ടാ. ഇൻ കേസ് നിങ്ങളൊരു പുറത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രിയാണ് വേണ്ടത്. 4 ഇയർ ഡിഗ്രി ചെയ്താൽ 1 ഇയർ PG ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ. സൈക്കോൾ ഇപ്പം കറന്റ്ലി 3 ഇയറിലുള്ള പ്ലാൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സൂൺ നമ്മൾ എന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങിയിട്ടില്ല. നമ്മൾ കൂടുതൽ കുട്ടികളും 3 ഇയറിലേക്കുള്ള കുട്ടികളായിരുന്നു. ഓക്കെ. സൂൺ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അറിയിക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ BAPCHO സൈക്കിൾ ലേണിംഗിന്റെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അതിന്റെ ഇടയിൽ നിങ്ങളൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. ഇപ്പം സമയം 8:26 പരിചയപ്പെടണോ? ഓക്കെ. അപ്പൊ അത്രക്കാണുള്ളത് പറയാം. ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സൈക്കോളജി ഡിഗ്രിക്ക് ചില യൂണിവേഴ്സിറ്റീസിലും ചില ജോബിലും വാല്യൂ ഇല്ല എന്ന് പറയുന്നുണ്ട്. യെസ്, അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അതായത് ഒരു ബേസിക് കാര്യം മനസ്സിലാക്കുക. ഡിസ്റ്റൻസ് ആയി പഠിക്കുക എന്നുള്ളതിനുപരി നിങ്ങൾ കണ്ടന്റ്ഫുൾ ആണെങ്കിൽ, ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇവിടെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ റിസോഴ്സ്ഫുൾ ആണോ, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്താലും ഇറ്റ്സ് ദാറ്റ്. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടോ, നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത്, കാലിക്കറ്റ്, കണ്ണൂർ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇഗ്നോ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, വാല്യൂ ഇല്ല എന്ന് പറയുന്നവരോട് ഈ കഴിഞ്ഞ സുപ്രീം കോടതി വേർഡിക്റ്റിൽ എന്ത് വന്നിട്ടുണ്ട്, എല്ലാ ഡിഗ്രിയും പരിഗണിക്കുന്ന പോലെ ഇഗ്നോന്റെ ഡിഗ്രിയും പരിഗണിക്കണം എന്നുള്ളൊരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ലീഗലി മുന്നോട്ട് പോകാം. ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോൾ സേഫ് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സേഫ് ആവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പക്ക റിസോഴ്സ്ഫുൾ ആവുക, ടാലന്റഡ് ആവുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതായത് ഇപ്പൊ ഒരു ക്ലിനിക്കിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇന്റലക്ച്വൽ ആയ ഒരാളുടെ ഡിഗ്രിന്റെ പേരിലൊക്കെ പുറത്താക്കും തോന്നുന്നുണ്ടോ? നെവർ. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട, അതൊക്കെ സേഫ് ആണ്. ഓക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഹലോ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ സാറാ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഡിഗ്രി എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു വിഷയത്തിലും നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് കരിയറിന്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ആണ് ഡിഗ്രി. ഈ ഡിഗ്രി എടുത്ത ഒരാൾ ഡയറക്റ്റ് സൈക്കോളജിയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജസ്റ്റ് ഡിഗ്രി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കിട്ടൂല. കാരണം സൈക്കോളജി എന്ന് പറയുമ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ്. അപ്പോൾ ഇന്ത്യയിലൊരു കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിലെ ഏതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഗ്നോയിൽ ഒരു 40% അല്ലെങ്കിൽ ഒരു 50% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ PG അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PG ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണുള്ളത് എന്നതാണ് പിന്നെ അവിടെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡിഗ്രി എങ്ങനെ ചെയ്ത് എന്നുള്ളത് ഒരിക്കലും മാറ്റർ അല്ല. പിന്നെ ഇത് മാറ്റർ ആവുന്നത് ഡിഗ്രി മാത്രം ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോബിൽ എന്താണ് ഡിഗ്രി മാത്രമാണ് അവിടെ റിക്വയർ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ ഒരിക്കലും, ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെയും സൈക്കോളജിയിൽ എന്താണ് ഡിഗ്രി മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒരു സ്ഥലത്തും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു പ്രോബ്ലം, ഒരു റിയാലിറ്റിയാണ്, എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് പറയാണ്, അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അബ്രോഡൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ
80% എബോവ് ഒക്കെ മാർക്ക് ഡിഗ്രിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഇഗ്നോനെ സംബന്ധിച്ച് ഇഗ്നോയുടെ ഒരു ടഫും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇഗ്നോയിൽ വരുന്ന ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% ടു ഒരു 70% ഇടയിൽ മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇഗ്നോയിൽ പഠിക്കുന്ന ഒരാൾ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ അബ്രോഡൊക്കെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മളിൽ തന്നെ ഉള്ള ഒരു സാറായിട്ടുള്ള അജ്മൽ സാറ്, അപ്പോൾ സാറിന്റെ ക്ലാസ് ഒക്കെ പലരും കേട്ടിട്ടുണ്ടാകും. അപ്പൊ അവരിപ്പോൾ ഈസ്റ്റ് ലണ്ടനിലാണ് പഠിക്കുന്നത്. അവർ ഇഗ്നോയിൽ നിന്ന് തന്നെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഡിഗ്രി ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചില യൂണിവേഴ്സിറ്റിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അല്പം ചില യൂണിവേഴ്സിറ്റിയിലാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ലെവലാണ്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് നിങ്ങൾ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളത് മെയിൻ ആയിട്ട് പരിഗണിക്കുന്നത്. ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരോ ചാറ്റ് ബോക്സിൽ ജോയിൻ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി ഡിസ്റ്റൻസ് ആണെങ്കിൽ പി ജി ഡിസ്റ്റൻസ് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അതായത് നിങ്ങൾ കോവിഡിന് ശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ആൾക്കാരും ഓൺലൈനായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കൺവീനിയൻസ് അതിനനുസരിച്ച് ചെയ്യുക. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് നോളജ് ഉണ്ടാവാനും പിന്നെ അതുപോലെ തന്നെ നല്ല റിസോഴ്സ്ഫുൾ ആവണമെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ആയതിന്റെ പേരിൽ ഓൺലൈൻ ആയതിന്റെ പേരിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. പിന്നെ അതുപോലെ തന്നെ നിംഹാൻസ് പോലുള്ള ഇതിലൊക്കെ കിട്ടും. നിംഹാൻസ് ഒക്കെ ഇത് ബേസ് ചെയ്തിട്ടല്ലേ, ലൈക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് ചെയ്തിട്ടല്ലേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യാ, അതിനായിട്ട് എന്ത് ചെയ്യാ, പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? നിംഹാൻസ് കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് ചെയ്തിട്ടല്ലേ? അതായത് നിങ്ങൾ എന്താണ് ഏത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് എക്സാം ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ CUET പോലത്തെ എക്സാം ഉണ്ട്. അപ്പൊ ആ ഒരു എക്സാമിന്റെ സ്കോർ ബേസിലാണ് നോക്കുക. പിന്നെ നോക്കുന്ന മറ്റൊരു സാധനം നിങ്ങൾക്ക് 40% അല്ലെങ്കിൽ 50% സ്കോർ ഉണ്ടോ എന്ന്, പെർസെന്റേജ് ഉണ്ടോ എന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതെ അതെ, അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. 50-55% ആണ് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഒരു അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഡിഗ്രിക്കുള്ള. ആ ഒരു മാർക്ക് തന്നെ മതിയോ. നിങ്ങൾ ഇഗ്നോയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഏകദേശം 65 അറൗണ്ട് എന്തെങ്കിലും മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിനോട് ആഡ് ചെയ്യാൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നിങ്ങൾ ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ സ്കോളർഷിപ്പോട് കൂടി ഇന്റർനാഷണൽ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടി ചെയ്യണമെങ്കിൽ ചില തടസ്സങ്ങൾ ഇപ്പൊ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് എന്താണ് 4 ഇയർ ഡിഗ്രിന്റെ ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ മാർക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിന് പുറമെ നിങ്ങൾ അയക്കുന്ന പ്രപ്പോസലും റെഫറൻസും പോലെ ആയിരിക്കും എന്ത് നിങ്ങളുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ അയച്ച പ്രപ്പോസൽ ഭയങ്കര ഇമ്പോർട്ടന്റ് പ്രപ്പോസൽ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫാക്കൽറ്റി ഓഫ് പ്രൊഫസർ എന്ത് ചെയ്യാം, നിങ്ങളെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒക്കെ കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് റിസോഴ്സ്ഫുൾ ആവണം, എന്നാലും അങ്ങനെയൊക്കെ ആവുള്ളൂ. ഓക്കെ. നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഫേർട്ട് ഇട്ട് എന്താണ് നോളജ് ടാലന്റ് ഉണ്ടാക്കാന്നുള്ളതാണ്, സ്കിൽ ഉണ്ടാക്കാന്നുള്ളതാണ്. ഓക്കെ. ഐ ഹോപ്പ് നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, പറയൂ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, or else we can wind up. ഓക്കെ. പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, PG ഓഫ്ലൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി എക്സ്പോഷർ ഒക്കെ കിട്ടണമെങ്കിൽ ചെയ്യണം. അതിന് നിങ്ങൾ CUT എക്സാം ആണ് എഴുതേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകം കോച്ചിങ് സെന്ററിൽ കോച്ചിങ് ചെയ്യുക, പഠിക്കുക, എന്നിട്ട് എക്സാം എഴുതാം. അതിന്റെ മാർക്ക് ബേസിലായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുക. ഓക്കെ. അപ്പൊ ഏകദേശം നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിച്ചാൽ പറയുന്നതാണ്. ഓക്കെ. വൈൻഡപ്പ് ചെയ്യല്ലേ? നമ്മൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പരിചയപ്പെടാനൊക്കെ ഒരു സെഷൻ വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്കൊരു പിന്നീട് ആവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം സമയം 8:30 ആയി.
അല്ലേ? അതുപോലെ തന്നെ കുറെ സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഗ്രൂപ്പിലും കണ്ടക്ട് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് പേരും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഒരു സമയത്ത് ഒരു ചെറിയൊരു സെഷനും ഏതൊക്കെ ഒരു ടൈം അപ്രോപ്രിയേറ്റ് ടൈം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ, സോ I'm gonna wind up. So bye bye.